Welcome to China. Thank you. Dear friends. Oh, thank you. Welcome to Hangzhou. Thank you. Welcome to China. Thank you, thank you, thank you, thank you. ഇവരൊക്കെ നാടക അവതരിപ്പിക്കുന്ന ആൾക്കാരാണ്. ഹലോ ഹലോ നിഹാ നിഹാ. ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ചൈനയിലെ ഹാൻജോ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവർ ചൈനീസുകാർ നമ്മളോട് എത്ര സ്നേഹത്തോടു കൂടിയാണ് അവർ നമ്മളോട് പെരുമാറുന്നത്. നമ്മളെ കാണുമ്പോൾ അവരുടെ ഒരു സന്തോഷം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ. ഇവിടെ ഒരുപാട് പരിപാടികൾ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഒരു മെയിനായിട്ടുള്ള പൊളിറ്റിക്കൽ ലീഡേഴ്സ് എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ അവരെ ഇതുപോലെ പൊന്നാട അണിയിക്കുന്നതും കുറേ സ്റ്റേജ് ഷോസൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പുറത്തുള്ള കുറച്ച് കാഴ്ചകളും സ്റ്റോളുകളും വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. ഇവിടെ ഇതുപോലെ ഒരു സ്റ്റോൾ ഇട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അവിടെ കീ ചെയിൻ പോലെയുള്ള കുറേ സാധനങ്ങളൊക്കെ അവരവിടെ വിൽക്കുന്നുണ്ട്. അപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്ന് കണ്ട് നോക്കി ഇഷ്ടമുള്ളവരതൊക്കെ മേടിക്കുന്ന കാഴ്ചകളും കാണാം. ഇവിടെ ചൈനീസ് ട്രഡീഷണൽ ഡ്രസ്സ് ധരിച്ച ലേഡി അവരുടെ ചൈനീസ് ട്രഡീഷണൽ ആയിട്ടുള്ള ചായ ഇങ്ങനെ പകർന്നു കൊടുക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ അപ്പാപ്പൻ ഒരു ഫോട്ടോഗ്രാഫറാണ് കേട്ടോ, ബെയ്ജിങ്ങിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ആ പുള്ളിക്കാരൻ ഇതായ മുളയുടെ ഈ ഒരു ഇതിനകത്ത് അവരുടെ പാത്രത്തിൽ നിന്ന് ആ ചൈനീസ് ആ ഒരു കുഞ്ഞി പാത്രമില്ലേ അതിനകത്തോട്ട് ചൈനീസ് ടീ ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പാപ്പനും എനിക്ക് വേണ്ടി ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുക കേട്ടോ. എന്നോട് ഞാൻ പോസ് ചെയ്ത് തരാന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോസ് ചെയ്യുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ ഇങ്ങനെ കുറച്ച് സ്റ്റോളുകളൊക്കെ ഉണ്ട്. ഹലോ ഹലോ മുട്ട ഇത് കഴിച്ചു നോക്കാനൊക്കെ അവര് പറയുന്നുണ്ട്. തൊട്ടടുത്ത് അവിടെ വേറെന്തോ ഒരു ഷോപ്പ് ഉണ്ട്, നമുക്ക് നോക്കാവേ. ഹായ്, ഓക്കെ, താങ്ക് യു. ഓക്കെ, അവരത് കുടിച്ചു നോക്കാനാണ് പറയുന്നത്. നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. Thank you. This is what actually? This is one of the traditional Chinese herbs called 铁皮石斛. Have you heard it? No. In English it's dandelion. Oh, dandelion. I don't know. Chinese herb. Very tasty. You can try it. You have a try. Okay, I will try. I tried. തൊട്ടടുത്ത് വേറെ ഇതെന്താണെന്ന് നോക്കാവേ. അതാ ഇതുപോലത്തെ സ്നാക്സ് ആണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഹലോ. ഇവിടെ വേറൊരു ഷോപ്പ് ഉണ്ട് കേട്ടോ. അവിടെ നമ്മുടെ ഈ ഇതുണ്ടല്ലോ, ഇത് ചൈനീസുകാരുടെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഫുഡാണ്. ഇത് നമ്മുടെ കുമ്പളക്കപ്പം പോലെയൊക്കെ ഇരിക്കുന്നത്, പക്ഷെ ഇത് മീറ്റാണ് അതിന്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നത്. ഒരു ഇലയിൽ വെച്ചിട്ടാണത് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് നമുക്കിവിടെ മേടിക്കാൻ വേണ്ടി പറ്റും. അവരുടെ ഒരു സ്റ്റോളാണിത്. തൊട്ടടുത്ത് നോക്കുവാണെങ്കിൽ ഇതാ അവിടെ വേറൊരു സ്റ്റോളുണ്ട്. ഹലോ. ഇവിടുന്ന് ഇങ്ങനെ നോക്കുവാണെങ്കിൽ നല്ലൊരു വൈബാണ് കേട്ടോ. നോക്കിക്കേ, അവിടെ കുട്ടികളൊക്കെ വന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. രാത്രി ആവുമ്പോഴാണ് ശരിക്കും ചൈന ഉണരുന്നത്. നല്ല രസമില്ലേ, അടിപൊളി വൈബല്ലേ. എന്താ ഈ ഒരു പരിപാടി നടക്കുന്നോണ്ടാണ്. കൊറേ സെക്യൂരിറ്റിയും കാര്യങ്ങളും ഉണ്ട് അവിടെ, പ്രശ്നങ്ങളൊന്നും നടക്കാതിരിക്കാൻ. എനിക്കത് അങ്ങോട്ട് കേറി പോയിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ അവിടെ പ്രമുഖരായ വ്യക്തികളൊക്കെ നിൽക്കുന്നുണ്ട്.
എന്താ ഇവിടെ എന്തോ ട്രഡീഷണൽ ആയിട്ടുള്ള എന്തോ ഡ്രിങ്ക്സ് ആണ് ഇവിടെ വെച്ചിട്ടുണ്ട്. എന്താ ഇവിടെയും വേറൊരു ഷോപ്പ് ഉണ്ട്, നമുക്ക് നോക്കാം. ഇതെന്താ കുമ്പളങ്ങ? ശരി. ആൾക്കാർ ഇവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതിനുശേഷം അതിന്റെ തൊട്ടടുത്തുള്ള ഒരു മാളിലോട്ട് വന്നു കേട്ടോ. ആ മാളിലോട്ട് വന്ന് നോക്കുമ്പോൾ അവിടെ ഫുള്ള് ഒരു ക്രിസ്മസ് വൈബാണ്, അടിപൊളി കാഴ്ചകളാണ്, മൊത്തത്തിലൊരു റെഡ് മയമാണ്. ജസ്റ്റ് നല്ല രസമുണ്ട് കേട്ടോ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി. ഒരുപാട് ആൾക്കാർ അവിടെ വന്ന് ഫോട്ടോഷൂട്ട് ചെയ്യുന്നതും കുട്ടികളും ഒക്കെ കളിക്കാൻ വന്നിരിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കുറച്ച് കാഴ്ചകൾ നമുക്കവിടെ കാണാൻ വേണ്ടി പറ്റും. കാണിച്ചു തരാവേ. എന്ത് ഭംഗിയായിട്ടല്ലേ ഇവരിവിടെയൊക്കെ ചെയ്തിരിക്കുന്നത്, നല്ല ഭംഗിയുണ്ട്. പക്ഷെ എനിക്കെന്തായാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒരുപാട് ഇഷ്ടമായി. എന്തോ ഒരു ക്രിസ്മസ് വരാൻ പോകുന്നു എന്നുള്ള ഒരു ഫീല് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് തോന്നിയത്. ക്രിസ്മസ് വരാൻ പോവുകയാണല്ലോ എന്നുള്ളൊരു ഫീല്. അവിടെ സുന്ദരിയായ പെൺകുട്ടികളൊക്കെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇതിൽ ഇങ്ങോട്ട് കിടക്കുമ്പോൾ അതവിടെ ഒരു ബുക്ക് ഓപ്പൺ ചെയ്ത് വെച്ചതുപോലെയും എന്തോ ഒരു നല്ല ഒരു വൈബായിരുന്നു അവിടുത്തത്. എനിക്ക് അവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ പോരാനേ തോന്നില്ല. പിന്നെ ഇവൻ എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരുന്നു, വാമേ പോവാമെന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ടേ ഇരുന്നത് കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഞങ്ങളത് നിർത്തി അടുത്ത സ്ഥലത്തോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏതൊക്കെയായാലും വന്നല്ലേ, ആ സുന്ദരിയുടെ കൂടെ ഞാനും ഇരുന്ന് ഒരു ഫോട്ടോയൊക്കെ എടുത്തു. അവൾ എനിക്ക് വേണ്ടിയും ഫോട്ടോയ്ക്ക് പോസൊക്കെ ചെയ്തു തന്നു. എന്നിട്ട് അവളുടെ മൊബൈലിൽ ഞങ്ങൾ രണ്ടുപേരുള്ള ഫോട്ടോ അവളും എടുപ്പിച്ചു കേട്ടോ. ചൈനീസുകാർക്ക് നമ്മൾ ഫോറിനേഴ്സിൻ്റെ കൂടെ ഇരുന്ന് ഫോട്ടോ എടുക്കുന്നതൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനുശേഷം അവിടെ ഒരു ഐഫോണിൻ്റെ ഷോറൂം ഉണ്ടായിരുന്നു. ഭയങ്കര തിരക്കാട്ടോ ഐഫോണിൻ്റെ ഷോപ്പിലൊക്കെ. ഒരുപാട് ആൾക്കാർ വന്ന് ഐഫോൺ മേടിക്കുന്നതായ കാഴ്ചകൾ കാണാൻ വേണ്ടി പറ്റും. അതിനുശേഷം ഇവിടെ ഈ ലേക്കിൽ ട്രഡീഷണൽ ഡ്രസ്സ് ധരിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ വന്ന് ഒരുപാട് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഈ ലേക്കിലോട്ട് വരാൻ പറ്റത്തില്ല കേട്ടോ, വൈകുന്നേരം ആകുമ്പത്തേനും ഫുള്ള് തിരക്കായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഈ ലേക്കിൻ്റെ വിശേഷമൊക്കെ ഉൾപ്പെടുത്താം. കൂടുതൽ വിശേഷങ്ങളായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ എഴുതുക. താങ്ക് യു ഫോർ വാച്ചിങ്.